ക്രമം 31-ാമത്തെ പുറം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവായ ക്രിസ്തുവേ, ദൈവത്തിന്റെ ഏകജാതനായ പുത്ര, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്. മശിഹായേ, അങ്ങ് മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും സംഗ്രഹം. ഇസ്രായേലേ, കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് ശ്രേഷ്ഠമായ ഒന്നാമത്തെ കൽപ്പന. നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നതാണ് രണ്ടാമത്തെ കൽപ്പന. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിനയമുള്ളതാക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് അനുതാപത്തോടും വിശ്വാസത്തോടും ദൈവത്തിലേക്ക് തിരിയുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമുക്ക് മുട്ടുകുത്തി അല്പസമയം ശാന്തമായി നമ്മുടെ ബലഹീനതകളെ ഉണർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഉണരുവാനുള്ള സമയമാണിത്. നമ്മളാരും ദൈവസന്നിധിയിൽ പൂർണ്ണരല്ല. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും നോട്ടം കൊണ്ടുപോലും നാം അനുദിനം ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോകുന്നു. അന്തരേന്ദ്രിയങ്ങളെയും ഉൾപ്പുകളെയും ആരാഞ്ഞറിയുന്ന കർത്താവ് ഇതെല്ലാം ക്ഷണനേരത്തിൽ നമ്മിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിൽക്കുന്ന ഈ സന്ദർഭം നമ്മുടെ കുറവുകളെ മറച്ചു വയ്ക്കാതെ, വീഴ്ചകളെ മറച്ചു വയ്ക്കാതെ ഏകാഗ്രതയോടെ കർത്താവേ, എൻ്റെ പിഴ, എൻ്റെ ഏറ്റവും വലിയ പിഴ എന്നോട് ക്ഷമിക്കണമേ എന്ന് ശാന്തമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാപങ്ങൾ ഓർത്ത് വാസ്തവമായും ആത്മാർത്ഥമായും അനുദപിച്ച് അയൽക്കാരോട് സ്നേഹത്തിലും സമാധാനത്തിലും വസിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ വിശുദ്ധ വഴികളിൽ നടന്ന് പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവിടുന്നുമായി പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് കാരുണ്യവാനായ ദൈവത്തോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവിൻ. നമ്മിൽ വന്ന ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളെയും ഓർത്ത് അനുതാപത്തോടെ ആരാധനക്രമം 33-ാം പുറത്തിൽ ചേർത്തിരിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥന ഹൃദയനുറുക്കത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, ഞങ്ങൾ അങ്ങയോടും ഞങ്ങളുടെ അയൽക്കാരോടും പാപം ചെയ്തിരിക്കുന്നു എന്നേറ്റു പറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ ക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുന്നു എങ്കിലും അകൃത്യം വിട്ടകന്നിട്ടില്ല. യേശു ക്രിസ്തു നിമിത്തം ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ.
മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇനിമേൽ അങ്ങയുടെ നാമമഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ അങ്ങയുടെ സേവ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ക്രിസ്തു യേശുവിലൂടെ സത്യമായി തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സർവശക്തനായ നമ്മുടെ ദൈവം നമ്മോട് കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് സകല നന്മയിലും നമ്മെ ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിൽ പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുടെയും മനസ്സലിവിൻ്റെയും ദൈവമേ, നല്ല കർത്താവേ, അവിടുത്തെ അപ്പനുറുക്കുകൾ ഭക്ഷിക്കുവാനും അവിടുത്തെ ജീവൻ്റെ അംശികളായി മാറുവാനും ഒരു വിശുദ്ധ ആരാധന കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളും ബലഹീനതകളും അവിടുന്ന് ക്ഷമിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് തുടർന്ന് അവിടുത്തെ പാദപീഠങ്ങളിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും തിരുശബ്ദം കേൾക്കുവാനും ദിവ്യാലോചനയ്ക്ക് വിധേയപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷയുടെ ശേഷിക്കുന്ന നിമിഷങ്ങളിൽ ദിവ്യസാന്നിധ്യവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. പുനരുത്ഥാനവും ജീവനുമായ യേശുക്രിസ്തു മൂലം പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 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 ഈ ഭൂമിയിൽ സഞ്ചാരി ഞാൻ അനേക കഷ്ടത്തോടെ എന്നാരംഭിക്കുന്ന 250-ാമത്തെ പാട്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടാം.
നാം നിൽക്കുമ്പോൾ 27-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമല്ലണമേ. എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. അടിയനെ കോപത്തോടെ നീക്കിക്കളയുമരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കുകയുമരുത്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം നിശ്വസിക്കുന്നവരും എന്നോട് എതിർത്തു നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്ക, ധൈര്യപ്പെട്ടിരിക്ക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ശാന്തമായിരിക്കാം. ഇപ്പോൾ ഇന്നത്തേക്കുള്ള തിരുവചന പാഠങ്ങൾ വായിക്കും. അതിനായി ആദരവോടെ ക്ഷണിക്കും. படிக்கும்படியாக தரப்பட்ட பழைய ஏற்பாட்டின் திருமறை பகுதி சகரியாவின் புஸ்தகம் 4ஆம் அதிகாரம் வசனங்கள் 1 முதல் 14 முடிய. சகரியா 4ஆம் அதிகாரம் வசனங்கள் 1 முதல் 14 முடிய. என்னோடே பேசின தூதன் திரும்பி வந்து, நித்திரை பண்ணுகிற ஒருவனை எழுப்புவது போல என்னை எழுப்பி, நீ காண்கிறது என்னவென்று கேட்டார். அதற்கு நான், இதோ முழுவதும் பொன்னால் செய்யப்பட்ட குத்துவிளக்கை காண்கிறேன். அதன் உச்சியில் அதன் கிண்ணமும், அதன் மேல் 7 அகல்களும், அதன் உச்சியில் இருக்கிற அகல்களுக்கு போகிற 7 குழாய்களும் இருக்கிறது. அதன் அருகில் கிண்ணத்திற்கு வலதுபுறமாக ஒன்றும் அதற்கு இடதுபுறமாக ஒன்றுமாக 2 ஒலிவ மரங்கள் இருக்கிறது என்றேன். நான் என்னோடு பேசின தூதனை நோக்கி, ஆண்டவனே, இவைகள் என்னவென்று கேட்டேன். என்னோடு பேசின தூதன் மறுமொழியாக, இவைகள் இன்னதென்று உனக்கு தெரியாதா என்றார். ஆண்டவனே, எனக்கு தெரியாது என்றேன். அப்பொழுது அவர், செருபாபேலுக்கு சொல்லப்படுகிற கர்த்தருடைய வார்த்தை என்னவென்றால், பலத்தினாலும் அல்ல, பராக்கிரமத்தாலும் அல்ல, என்னுடைய ஆவியினாலே ஆகும் என்று சேனைகளின் கர்த்தர் சொல்லுகிறார். பெரிய பர்வதமே, நீ எம்மாத்திரம்? செருபாபேலுக்கு முன்பாக நீ சமபூமி ஆவாய். தலைக்கல்லை அவன் கொண்டு வருவான், அதற்கு கிருபை உண்டாவதாக, கிருபை உண்டாவதாக என்று ஆர்ப்பரிப்பார்கள் என்றார். பின்னும் கர்த்தருடைய வார்த்தை எனக்கு உண்டாகி, அவர், செருபாபேலின் கைகள் இந்த ஆலயத்துக்கு அஸ்திபாரம் போட்டது, அவன் கைகளே இதை முடித்து தீர்க்கும். அதனால் சேனைகளின் கர்த்தர் என்னை உங்களிடத்திற்கு அனுப்பினார் என்று அறிவாய். அற்பமான ஆரம்பத்தின் நாளை
யார் அசட்டை பண்ணலாம்? பூமி எங்கும் சுற்றி பார்க்கிறவைகளாகிய கர்த்தருடைய 7 கண்களும் செருபாபேலின் கையில் இருக்கிற தூக்கு நூலை சந்தோஷமாய் பார்க்கிறது என்றார். பின்பு நான் அவரை நோக்கி, குத்து விளக்குக்கு வலதுபுறமாகவும் அதற்கு இடதுபுறமாகவும் இருக்கிற இந்த 2 ஒலிவ மரங்கள் என்னவென்று கேட்டேன். மறுபடியும் நான் அவரை நோக்கி, 2 பொற்குழாய்களின் வழியாய் தொங்கி பொன்னிறமான எண்ணெயை தங்களிலிருந்து இறங்க பண்ணுகிறவைகளாகிய ஒலிவ மரங்களின் 2 கிளைகள் என்னவென்று கேட்டேன். அதற்கு அவர், இவைகள் இன்னதென்று உனக்கு தெரியாதா என்றார். ஆண்டவரே, எனக்கு தெரியாது என்றேன். அப்பொழுது அவர், இவைகள் 2 சர்வலோகத்துக்கும் ஆண்டவராய் இருக்கிறவன் சமூகத்தில் நிற்கிற அபிஷேகம் பெற்றவர்கள் என்றார். அப்பொழுது அவர், இவைகள் 2ம் சர்வலோகத்துக்கும் ஆண்டவராய் இருக்கிறவன் சமூகத்தில் நிற்கிற அபிஷேகம் பெற்றவர்கள் என்றார். படிக்கும்படியாக தரப்பட்ட பழைய ஏற்பாட்டின் திருமறை பகுதி படித்து முடிந்தாயிற்று. கடவுளுக்கே மகிமை உண்டாவதாக. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള ദൈവത്തിൻ്റെ വചനം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തെന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവർ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ കേട്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. നിൽക്കവേ നിത്യവിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. നിത്യവിശ്വാസ പ്രമാണം. സർവശക്തിയുടെ പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമുള്ള സകല ശേഷവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഏകകർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സർവ്വലോകർക്കും മുമ്പേ തൻ്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, ദൈവത്താൽ സകലവുമുണ്ടായി. അവിടുന്ന് മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യമറി അവതരിച്ച് മനുഷ്യനായി തീർന്നു. പന്തിയോസ് പിലാത്തിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവിടുന്ന് കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. ഇവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവ് ജീവിക്കുന്നവനും പിതാവെന്നും പുത്രനെന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെടുന്നവരും പ്രവാചകർ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. കാതോലികവും അപ്പോസ്തലികമായ ഏകവിശ്വസത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് വ്യത്യസ്തമായി ഞാൻ ശ്രമിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുകുത്താം. நேற்றும் இன்றும் என்றும் மாறாதவராயிருந்து கிருபையினாலும் சத்தியத்தாலும் எங்களை வழிநடத்துகிற நல்ல தகப்பனே, ஆசீர்வாதமான மனமகிழ்ச்சியான இந்த பரிசுத்த ஓய்வு நாளின் காலை தொழுகையிலே நன்றியுணர்வோடு நாங்களும் திரு சமூகத்தில் வந்து உம்மை நோக்கி பார்க்கும்படியாக ஆண்டவர் எங்கள் வாழ்விலை தந்த இந்த நல்ல தருணத்திற்காக நாங்கள் உம்மை போற்றுகிறோம். ஆண்டவரே,
ஒரு வார காலம் இவ்வுலக வாழ்விலே ஆண்டவர் எங்களுக்கு தந்திருக்கின்ற எல்லா நன்மைகளுக்காக நாங்கள் உமக்கு நன்றி சொல்லுகின்றோம். பலவிதமான சூழல்கள், நெருக்கடிகள், வேதனையான தருணங்கள், இவைகளிலிருந்து ஆண்டவர் எங்களை பாதுகாத்ததற்காக நாங்கள் உமக்கு நன்றி சொல்லுகிறோம். தகப்பனே, இந்நாட்களிலும் உலகமெங்கிலும் பலவிதமான பிரச்சனைகளும் வேதனைகளும் நிறைந்த வாழ்விலே ஆண்டவர் அனுதினம் எங்களை கண்மணி போல நடத்தி வருகின்றீர். உமக்கே நாங்கள் நன்றி சொல்லுகின்றோம். உலகம் முழுவதும் அச்சுறுத்தி கொண்டிருக்கின்றதான கோவிட்-19 மூலமாக பாதிக்கப்பட்ட மக்கள் அநேகர் உண்டு தகப்பனே. வேதனையோடும் கண்ணீரோடும் தங்கள் உறவுகளை இழந்த நிலையிலும் தங்கள் வாழ்விலே அமைதியை இழந்த நிலையிலும் வாழ்ந்து கொண்டிருக்கின்ற மக்கள் உண்டு. ஒவ்வொருவருக்காக நாங்கள் நன்றி சொல்லுகிறோம். ஒவ்வொருவருக்காக நாங்கள் வேண்டுதல் செய்கின்றோம். என் தேவன் பொறுப்பெடுத்துக் கொள்ளுங்க. ஒவ்வொருவரையும் ஆண்டவர் பாதுகாக்கும்படியாக நாங்கள் ஜெபிக்கின்றோம். ஆண்டவரே, இந்நாளிலும் ஆண்டவரே உலகம் முழுமைக்காய் நாங்கள் ஜெபிக்கிறோம். உலகம் முழுமையும் வாழுகின்ற ஒவ்வொரு மக்களுக்காய், ஒவ்வொரு இடங்களிலும் செய்யப்படுகின்ற தொழுகைகளுக்காய் நாங்கள் ஜெபிக்கின்றோம். தொழுகைகளிலே ஆண்டவருடைய நாமம் மகிமைப்படவும், ஆண்டவருடைய பிரசன்னத்தை உடனிருத்தலை ஒவ்வொரு மக்கள் உணர்ந்து கொள்ளவும் என் தேவன் கிருபை செய்தருள வேண்டும் என்று சொல்லி உம்மை நோக்கி நாங்கள் ஜெபிக்கின்றோம். நல்ல தந்தையே, இந்நாட்களிலும் எங்கள் தேசத்துக்காய், தேசத்தின் அமைதிக்காக நாங்கள் ஜெபிக்கின்றோம். தேசத்தை ஆளுகின்ற ஒவ்வொரு தலைவர்களுக்காக, ஒவ்வொரு ஆட்சியாளர்களுக்காக, ஒவ்வொரு அரசு அதிகாரிகளுக்காக நாங்கள் ஜெபிக்கின்றோம். ஒவ்வொருவரையும் ஆண்டவரே, ஒவ்வொருவரும் நீதியோடும் நிதானத்தோடும் நேர்மையோடும் தங்கள் கடமைகளை செய்ய ஆண்டவர் ஒவ்வொருவரையும் பலப்படுத்த வேண்டும் என்று சொல்லி மன்றாடுகிறோம். எங்கள் சமூகத்துக்காக நாங்கள் ஜெபிக்கிறோம். ஆண்டவரே, விசேஷமாய் வெள்ளப்பெருக்கினாலே வேதனைப்படுகின்ற ஒவ்வொரு மக்களுக்காக நாங்கள் ஜெபிக்கின்றோம். இயற்கை சீற்றங்கள் நிமித்தமாக வேதனைப்படுகின்ற மக்கள், இன்னுயிரை இழந்திருக்கின்ற மக்கள், உறவுகளை இழந்திருக்கின்ற மக்கள், உடைமைகளை இழந்து கொண்டிருக்கின்ற மக்கள் ஒவ்வொருவருக்காக நாங்கள் ஜெபிக்கின்றோம். ஒவ்வொருவருக்கும் தேவையான பாதுகாவலை ஆண்டவர் தந்தருள வேண்டும் என்று சொல்லி ஜெபிக்கின்றோம். தொடர்ந்து உமது பிள்ளைகளை ஆண்டவர் பாதுகாக்க வேண்டும் என்று சொல்லி உம்மை நோக்கி நாங்கள் மன்றாடுகிறோம். தகப்பனே, ஒரு விசை கூட எங்கள் சமூகத்திலே வாழுகின்ற அனைத்து மக்களுக்காக நாங்கள் ஜெபிக்கின்றோம். வறுமையிலும் வேதனையிலும் அடிப்படை தேவைகளின்றி அல்லல்படுகின்ற ஒவ்வொரு மக்களையும் ஆண்டவர் பொறுப்பெடுத்தருள வேண்டும் என்று சொல்லி உம்மை நோக்கி மன்றாடுகிறோம். ஆண்டவரே, இத்திருச்சபைக்காய், திருச்சபையின் ஒவ்வொரு குடும்பங்களுக்காக நாங்கள் ஜெபிக்கிறோம். ஒவ்வொரு குடும்பங்களையும் ஆண்டவர் பொறுப்பெடுத்துக் கொள்வீராக. ஒவ்வொரு குடும்பத்தின் தேவைகளையும் ஆண்டவர் சந்திக்க வேண்டும் என்று சொல்லி ஜெபிக்கின்றோம். ஒவ்வொரு குடும்பத்தாரும் ஆண்டவரே தங்கள் தனிப்பட்ட வாழ்க்கையிலே என்னென்ன தேவைகளோடு கூட இருக்கிறார்களோ எல்லா தேவைகளையும் அறிந்திருக்கின்ற ஆண்டவர் ஏற்ற காலங்களிலே உமது பிள்ளைகளது வாழ்விலே எல்லா தேவைகளையும் சந்திக்கிறபடியினாலே உமக்கு நாங்கள் நன்றி சொல்லுகிறோம். ஆண்டவரே, சிறு பிள்ளைகளுக்காக நாங்கள் ஜெபிக்கின்றோம். படிக்கின்ற பிள்ளைகளுக்காக நாங்கள் ஜெபிக்கின்றோம். ஆண்டவரே, கல்விக்கூடங்கள் திறந்திருக்கின்ற நாட்களிலே ஆண்டவரை எந்த பாதிப்புகளும் உமது பிள்ளைகளை அணுகாதபடி ஆண்டவர் பாதுகாத்தருள வேண்டும் என்று சொல்லி ஜெபிக்கின்றோம். ஆண்டவரே, ஒவ்வொரு வாலிபருக்காக நாங்கள் ஜெபிக்கின்றோம். வாலிபர்களுக்காக, வாலிப பிள்ளைகளுக்காக நாங்கள் ஜெபிக்கிறோம். ஒவ்வொருவரையும் ஆண்டவர் பொறுப்பெடுத்துக் கொள்வீராக. ஒவ்வொருடைய வாழ்வையும் என் தேவன் கரத்தில் எடுத்து பயன்படுத்த வேண்டும் என்று சொல்லி உம்மை நோக்கி நாங்கள் ஜெபிக்கின்றோம். ஆண்டவரே, இத்திருச்சபையின் ஒவ்வொரு பெற்றோருக்காக நாங்கள் ஜெபிக்கிறோம். ஒவ்வொரு முதியோருக்காக நாங்கள் ஜெபிக்கிறோம். ஒவ்வொருவரையும் ஆண்டவர் பொறுப்பெடுத்துக் கொள்ளும். ஒவ்வொருடைய வாழ்விலும் பலத்தையும் ஆற்றலையும் தந்து ஆண்டவர் வழிநடத்த வேண்டும் என்று சொல்லி உம்மை நோக்கி நாங்கள் மன்றாடுகிறோம். ஆண்டவரே, நாட்களிலும் திருமணத்திற்கு ஆயத்தப்படுகின்ற பிள்ளைகள், ஆண்டவரே திருமண வாழ்வில் பிரவேசித்து பிள்ளை செல்வங்களுக்காய் எதிர்நோக்கி இருக்கின்ற மக்கள், ஆண்டவரே குழந்தைகளை பெற்றெடுத்து பராமரிக்கின்ற பிள்ளைகள் ஒவ்வொருவருக்காக நாங்கள் ஜெபிக்கின்றோம். ஒவ்வொருவரையும் ஆண்டவர் பொறுப்பெடுத்துக் கொள்கிறாக. ஆண்டவரே, விசேஷமாய் இத்திருச்சபையின் மக்களிலே
பலவிதமான பணிகள் செய்கின்ற மக்கள் உண்டு. ஆண்டவரே, ஒவ்வொரு விதமான தொழில் செய்கிற உமது பிள்ளைகளையும் என் தேவன் பொறுப்பெடுத்துக் கொள்ளும். ஒவ்வொருவரும் அவரவர் செய்கின்றதான பணிகளிலே ஆண்டவருடைய பாதுகாவலும் உம்முடைய உடனிருத்தலும் நிறைவான ஆசீர்வாதங்களும் உமது பிள்ளைகள் வாழ்விலே பெற்று மகிழ்வோடு வாழ ஆண்டவர் கிருபை செய்துள்ள வேண்டும் என்று சொல்லி உமை நோக்கி நாங்கள் மன்றாடுகிறோம். தகப்பனே, ஒரு விசை கூட இத்திருச்சபையின் இத்தொழுகைக்காய் நாங்கள் ஜெபிக்கின்றோம். தொழுகை உம்முடைய கரங்களில் தருகின்றோம் அப்பா. தொழுகையில வந்திருக்கின்றதான ஒவ்வொரு மக்களையும் என் தேவன் பொறுப்படுத்தருள வேண்டும் என்று சொல்லி ஜெபிக்கின்றோம். ஆண்டவரே, என்னென்ன தேவைகளோடு உம்முடைய சமூகத்திலே வந்திருக்கின்றார்களோ, என்னென்ன விண்ணப்பங்களோடு கூட உம்முடைய சமூகத்திலே வந்திருக்கின்றார்களோ, ஆண்டவரே, எத்தகையதான ஜெப வேண்டுதலோடு உம்முடைய சமூகத்திலே வந்திருக்கின்றார்களோ, ஒவ்வொருடைய இருதயத்தின் வேண்டுதல்களை அறிந்திருக்கின்ற ஆண்டவர், ஒவ்வொருடைய உள்ளத்தின் காயங்களை அறிந்திருக்கின்ற ஆண்டவர், ஏற்ற காலத்திலே வாழ்விலே விடுதலையும் நிறைவும் நன்மையும் தருகிறபடியினாலே உமக்கு நாங்கள் நன்றி சொல்லுகிறோம். இவ்விடத்திலே செய்யப்படுகிற எல்லா விண்ணப்பங்களுக்கும் என் கண்கள் கவனிக்கிறதாயும் என் செவிகள் கேட்கிறதாயும் இருக்கிறது என்று சொன்னீரே, அவனமாக ஆண்டவரே, உமது பிள்ளைகள் ஏறெடுக்கின்ற எல்லா விண்ணப்பங்களையும் என் தெய்வன் பொறுப்படுத்திக் வேண்டும் என்று சொல்லி ஜெபிக்கின்றோம். தகப்பனே, ஒரு விசை கூட இந்நாள் தொழுகை உம்முடைய கரங்கள் தருகின்றோம். தொழுகையின் துவக்கம் முதல் நிறைவு மட்டும் ஆண்டவருடைய அருள் பிரசன்னம் நிறைவாய் இருக்க வேண்டும் என்று சொல்லி ஜெபிக்கின்றோம். இவ்விடத்திலே வந்திருக்கின்ற ஒவ்வொரு மக்களும் இறை மகிமையை காண, இறை ஆற்றலை உணர்ந்து கொள்ள, இறை பிரசன்னத்தை உணர்ந்து கொள்ள என் தெய்வன் கிருபை செய்வீராக. விசேஷமாய் திருச்சபையினுடைய போதகர்களுக்காக நாங்கள் ஜெபிக்கிறோம். அவருடைய குடும்பங்களுக்காக நாங்கள் ஜெபிக்கிறோம். ஆண்டவர் தாமே பாதுகாத்து வழிநடத்துவீராக. இத்திருச்சபையின் சபைக்குழு அங்கத்தினர்கள் ஒவ்வொருவரையும் ஆண்டவர் பொறுப்படுத்தலும்படியாக ஜெபிக்கின்றோம். இம்மட்டும் நடத்தின தேவன் இனிமேல் நடத்துகிறவராய் தொடர்ந்து பலப்படுத்துகிறவராய் இருக்கிறபடியால் உமக்கு நன்றி சொல்லுகிறோம். எங்களை முழுவதுமாய் தாழ்த்தி உம்முடைய திருக்கரங்களில் ஒப்புக் கொடுக்கின்றோம். துதியும் கன மகிமை எல்லாம் நாங்கள் உமக்கே செலுத்துகிறோம். இயேசு கிறிஸ்துவின் வழியாக வேண்டுகிறோம் எங்கள் நல்ல தந்தையே, ஆமென். ഞങ്ങളുടെ പിതാവേ, പിതാവം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരു ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, ആമേൻ. എഴുന്നേൽക്കാം. യഹോവയുടെ സന്നിധിയിൽ വെറുങ്കയായി വരരുത്. ഇതിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ താൻ താൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. ഇപ്പോൾ കൊയർ പാടുമ്പോൾ നാം ചെയ്തു വരുന്നത് പോലെ ക്രമമായി മുമ്പോട്ട് വന്ന് വഴിപാടുകൾ അർപ്പിക്കുവാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു.
ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന കാഴ്ചകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്നവർ ബെൻസൺ റോബി വേറ്റേക്കോണം, ബെറ്റി റോബി വേറ്റേക്കോണം, സുമതി പണയിൽ വീട്, വടകര നഗർ. ഒരു സർജറി കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ച് ഇന്ന് ദൈവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നന്ദിയോടെ കാഴ്ച സമർപ്പിക്കുകയും ചെയ്യുന്നു. ഷിജോ സൂരജ് സ്തോത്ര കാഴ്ച സമർപ്പിച്ചിരിക്കുന്നു. ഹാസ്റ്റർ ഡാനിയേൽ ബ്ലെസ്സിങ്സ് സ്തോത്ര കാഴ്ച സമർപ്പിച്ചിരിക്കുന്നു. വിനിത JS കാർമൽ വില്ല സ്തോത്ര കാഴ്ച സമർപ്പിച്ചിരിക്കുന്നു. പിറന്നാൾ സ്തോത്ര കാഴ്ചയുമായി ദൈവാലയത്തിലേക്ക് വന്നിരിക്കുന്നവർ ആർ ക്രിസ്തുദാസ് തിരുവചനം, BS കരോലിൻ കീർത്തനം, എബിൻ VS തെക്കേ ഓടാൻകുഴി, വൈശാഖ് VS കമലാഭവൻ. വിവാഹ വാർഷിക കാഴ്ചയുമായി ദൈവാലയത്തിലായിരിക്കുന്നവർ ജപസിംഗ് ആൻഡ് ഷീബ ജപവിലാസ്, രാജാ സിംഗ് ആൻഡ് താര ഹെലൻ സിതാര. പൂവറൈഡ് ഫണ്ടിലേക്കായി പേരില്ലാതെ കാഴ്ച സമർപ്പിച്ചിരിക്കുന്നു. വിശ്വദാസ് ആറ്റുവിളാകം പൂവറൈഡ് ഫണ്ടിലേക്കായി കാഴ്ച സമർപ്പിച്ചിരിക്കുന്നു. ഗംഗാധരൻ നാടാർ പാരഡൈസ് എന്ന പിതാവിൻ്റെ 2ാം ചരമവാർഷികം ഓർമ്മിച്ച് കുടുംബാംഗങ്ങൾ കാഴ്ച സമർപ്പിച്ചിരിക്കുന്നു. അലക്സി റോബിൻ കാരുണ്യ 10ാം ചരമവാർഷികം ഓർമ്മിച്ചുകൊണ്ട് കാഴ്ച സമർപ്പിച്ചിരിക്കുന്നു. മിഷൻ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ബാധ്യതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ബിൽഡിംഗ് ഫണ്ടിലേക്കായി പേരില്ലാതെ കാഴ്ച സമർപ്പിച്ചിരിക്കുന്നു. പേരില്ലാതൊരു സ്തോത്ര കാഴ്ചയും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാഴ്ചകളെല്ലാം ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ ആലയത്തിൽ അങ്ങേ ആരാധിക്കാൻ വെറും കൈയായി വരാതെ കഴിഞ്ഞുപോയ നാളുകളിൽ അവിടുന്ന് നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാനും അങ്ങയുടെ സന്നിധിയിൽ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചിരിക്കുന്നുവല്ലോ. അവിടുന്ന് ശക്തിപ്പെടുത്തിയ വിധങ്ങൾക്കനുസരിച്ച് ഇന്ന് ഈ മേശമേൽ ശുശ്രൂഷ നിർവഹിച്ച അങ്ങയുടെ എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. സന്തോഷത്തോടെ ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി തങ്ങളുടെ അധ്വാനത്തെ വിനിയോഗിച്ച അങ്ങയുടെ മക്കളെ അവിടുന്ന് സ്വീകരിക്കുകയും അവരുടെ ജീവിതങ്ങളിൽ വേണ്ടുന്ന ആശ്വാസം നൽകി പരിപാലിക്കുകയും ചെയ്യണമേ. ആഹാരത്തിനോ വസ്ത്രത്തിനോ പാർപ്പിടത്തിനോ മുട്ടുണ്ടാകാതെ വഴി നടത്തുകയും രോഗാതുരമായ ഈ കാലഘട്ടത്തിൽ എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിച്ച് സുരക്ഷിതരായി അവിടുന്ന് വഴി നടത്തുകയും ചെയ്യണമേ. വിവിധ കാഴ്ചകളോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. പിറന്നാൾ സ്തോത്ര കാഴ്ച അർപ്പിച്ച അങ്ങയുടെ മക്കളെ ഓർക്കട്ടെ. ആയുസ്സിൻ്റെ നാഥനായ കർത്താവ് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ. വൈവാഹിക ജീവിതത്തിൽ പ്രാർത്ഥനയോടെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും ആവോളം അനുഭവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താൻ അങ്ങയുടെ മക്കളെ ശക്തീകരിക്കണമേ. പരിശുദ്ധനായ കർത്താവെ, വിവിധ സ്തോത്ര കാഴ്ചകൾ സമർപ്പിച്ചവരുണ്ട്. പ്രത്യേകിച്ച് സൗഖ്യം പ്രാപിച്ചെന്ന് ദൈവാലയത്തിലേക്ക് കടന്നു വന്ന അങ്ങയുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മഹാവൈദ്യനായ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ നിഴലിക്കുകയും പരിശുദ്ധനായ ദൈവമേ അവിടെ അതിശയകരമായി വിടുവിക്കുകയും ചെയ്തുവല്ലോ. കർത്താവെ, ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകൾ ഓർത്ത്, ഉപജീവന മാർഗങ്ങളിൽ ദൈവം നൽകുന്ന നന്മകൾ ഓർത്ത്, കുടുംബത്തിൽ ദൈവം നിലനിർത്തുന്ന സമാധാനവും സന്തോഷവും ഓർത്ത് സ്തോത്ര കാഴ്ചകൾ സമർപ്പിച്ച എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഓർത്ത് ബിൽഡിംഗ് ഫണ്ടിലേക്കായി കാഴ്ച സമർപ്പിച്ചവരെ അവിടുത്തെ കരങ്ങളിൽ അടിയങ്ങൾ ഭരമേൽപ്പിക്കട്ടെ. കർത്താവെ, തങ്ങളെ വിട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട പ്രിയമുള്ളവരെ സ്മരിക്കാനും അവരുടെ നല്ല ജീവിതമോർത്ത് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാനും കുടുംബാംഗങ്ങൾക്ക് അവിടുന്ന് അവസരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. തങ്ങളെ വിട്ട് പിരിഞ്ഞവരെ ഓർത്തുകൊണ്ട് കാഴ്ച സമർപ്പിച്ച ഭവനങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. ആശ്വാസത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ ദൈവം ആ കുടുംബങ്ങളെ ശക്തീകരിച്ച് മുന്നോട്ട് വഴി നടത്തണമേ. കർത്താവെ, ഇന്ന് മാസവരി സ്തോത്ര കാഴ്ചയായി അതുപോലെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാധുക്കളെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാം തങ്ങളുടെ അധ്വാനം വിനിയോഗിച്ച അങ്ങയുടെ മക്കളെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ നൽകി പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. എല്ലാത്തിനും ഉപരിയായി ഞങ്ങളെല്ലാവരും ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ ശരീര മനസ്സുകളെ
അങ്ങേക്ക് പ്രസാദമുള്ള കാഴ്ചയായി സമർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ തുടർന്നും ജീവിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ശക്തി പകരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരും പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരുമായ തിരുസഭയെ ഏവർക്കും ആദരവും ഊഷ്മളമായ സ്വാഗതവും ഞാൻ ആശംസിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി സഭയോട് അറിയിച്ചതുപോലെ ഇന്ന് കണ്ണമ്മൂല വൈദിക സെമിനാരിയെ നാം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും മുന്നാളുകളിൽ നാം ചെയ്തു വന്നതുപോലെ സെമിനാരിയെ കൈതാങ്ങുകയും ചെയ്യുന്ന ദിവസമാണ്. സെമിനാരിയെ പ്രതിനിധീകരിച്ച് ഒരു പ്രൊഫസർ അച്ഛനും 2 വൈദിക വിദ്യാർത്ഥികളും നമ്മുടെ മധ്യയുണ്ട്. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിച്ചും സെമിനാരിയുടെ ആവശ്യം നമ്മോട് പങ്കുവച്ചും നമ്മോട് ആയിരിക്കുന്നത് ഈസ്റ്റ് കേരള മഹായിടവകയുടെ പ്രഗത്ഭനായ ഒരു പട്ടക്കാരനും കണ്ണമ്മൂല വൈദിക സെമിനാരിയിൽ കൗൺസിലിംഗ് വിഭാഗത്തിൻ്റെ പ്രൊഫസറുമായി ശുശ്രൂഷ ചെയ്യുന്ന രാജൻ മോസസ് അച്ഛനാണ്. കണ്ണമ്മൂല എന്ന് മാത്രമല്ല എല്ലാ സെമിനാരികളിലും ഇടവക ശുശ്രൂഷകളുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് കൗൺസിലിംഗ്. അത് വളരെ പ്രാഗൽഭ്യത്തോടെ ഈ നാളുകളിൽ അച്ഛൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛനോടൊപ്പം ഇവിടെ വന്ന 2 വൈദിക വിദ്യാർത്ഥികളിൽ ഒരാൾ പാഠം വായിച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും നമ്മൾ ശ്രമിച്ചു. കന്യാകുമാരി ഡയോസിസിലെ അംഗമാണ്, തമിഴ്നാട്ടുകാരനാണ്. ഒരാൾ അച്ഛൻ ഉൾക്കൊള്ളുന്ന ഈസ്റ്റ് കേരള മഹായിടവകയുടെ വിദ്യാർത്ഥിയാണ്. അവരുടെ സാന്നിധ്യത്തിൽ ശുശ്രൂഷകളിൽ നമുക്ക് സന്തോഷമുണ്ട്. സഭയുടെ ഓരോ കുടുംബങ്ങളുടെയും പേരിൽ ഹാർദമായി ഓരോരുത്തരെയും സഭയിലേക്കും ശുശ്രൂഷയിലേക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആരാധന കഴിയുമ്പോൾ മുന്നാളുകളെപ്പോലെ മുൻഭാഗത്ത് 2 പേരുണ്ടാവും. ദയവായി ആരും മാറിപ്പോകാതെ നമുക്കൊണ്ട് കഴിയുന്ന സംഭാവനകൾ സെമിനാരിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി നൽകുവാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. മറ്റു ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. ഇന്നും ഓൺലൈനായി സൺഡേ സ്കൂളും യുവജന സഖ്യ ആരാധനയും ഉണ്ടാകും. എല്ലാവരും അതിൽ ഭാഗവാക്കാകാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നാം സെമിനാരിയുടെ ഞായറായി ആഘോഷിക്കുന്നത് പോലെ തന്നെ ദക്ഷിണ കേരള മഹായിടവകയിലെ എല്ലാ സഭകളും അടുത്ത ഞായറാഴ്ച മംഗല്യ ഞായറായി ആഘോഷിക്കുകയാണ്. മംഗല്യ ഞായറിൻ്റെ സവിശേഷത നമുക്കറിയാം. മഹായിടവക അഭിവന്യ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ഓരോ ഡിസ്ട്രിക്റ്റിനുള്ളിലെ പുരോഹിതന്മാർ പുൽപുറ്റ് ചേഞ്ചിലൂടെ മറ്റ് സഭകൾ സന്ദർശിക്കുകയും ഈ ശുശ്രൂഷകളെക്കുറിച്ച് ജനത്തോട് സംസാരിക്കുകയും ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം അധികമായ ആമുഖത്തിന് ആവശ്യമില്ല. അന്നേ ദിവസം മേശമേൽ കാണിക്ക സ്വീകരിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വർഷവും 20-ലേറെ വിവാഹങ്ങൾ സ്ത്രീജനസഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുവാനാണ് ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാരിച്ച ആവശ്യങ്ങളിൽ നമ്മുടെ കൊച്ചു വഴിപാടുകൾ അനേക കുടുംബങ്ങൾക്ക് ആശ്വാസമായി തീരും എന്ന പ്രത്യാശയോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും അടുത്തടുത്ത് ഈ വഴിപാടുകൾ അർപ്പിക്കേണ്ടി വരുന്നു എന്നതിനെക്കുറിച്ച് സ്വാഭാവികമായും സംശയങ്ങളുണ്ടാകാം. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ നാളുകളിൽ ഇതെല്ലാം മാർച്ച് മുതൽ ഓരോ മാസങ്ങളിലും 2 മാസത്തിലൊരിക്കൽ നടക്കേണ്ട ശുശ്രൂഷകളാണ്. പക്ഷേ ഈ കൊറോണ ബാധിത നാളുകളിൽ ഈ കഴിഞ്ഞ നാളുകളിലാണ് ശുശ്രൂഷകളെല്ലാം ലൈവായത്. അതുകൊണ്ടാണ് ഇതെല്ലാം അടുത്തടുത്ത് വരുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ സമ്പൂർണ്ണമായ സഹകരണവും പ്രാർത്ഥനയും ഈ ശുശ്രൂഷയ്ക്കായി ഞാൻ ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഇടവക കമ്മിറ്റി കൂടി
സഭയെ അറിയിക്കുവാനുള്ള 1-2 കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നു. ഈ വർഷം ഓൺലൈൻ വഴിയെങ്കിലും അതുപോലെ കുടുംബവാരത്തിന് ശുശ്രൂഷയിൽ ഭാഗവക്കായും 3 സംഘടനകൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പരിമിതികളുടെ മധ്യേയും. പക്ഷേ ഒരു ആനിവേഴ്സറി നടത്തി സമ്മാനങ്ങൾ കൊടുക്കുവാനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോഴില്ല. കാരണം ആരാധനകളും നടന്നിട്ടില്ല, കോമ്പറ്റീഷൻസ് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ ശുശ്രൂഷ രേഖപ്പെടുത്താൻ സഭ ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് 28-ാം തീയതി ഇപ്പോഴത്തെ ക്രമീകരണം അനുസരിച്ച് അന്ന് യൂത്ത് സൺഡേ ആയിരിക്കും. അന്ന് ആരാധന മധ്യേ 1 പേജിനകത്ത് ഒതുങ്ങുന്ന ഒരു ബ്രീഫ് റിപ്പോർട്ട് 3 സംഘടനയുടെയും സെക്രട്ടറിമാർ സഭയിൽ അവതരിപ്പിച്ച് ആ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വിരാമമിടുവാനാണ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 3 സംഘടനയുടെയും സെക്രട്ടറിമാർ ഓർക്കുക, 1 പേജിനകത്ത് വരുന്ന ഒരു ബ്രീഫ് റിപ്പോർട്ട് അന്നേ ദിവസം സമർപ്പിച്ച് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ നാം അവസാനിപ്പിക്കുന്നു. മറ്റൊന്ന് കരോൾ സംബന്ധവും വാർഷിക സംബന്ധവുമായ വിഷയങ്ങളാണ്. മുൻ വർഷത്തെ പോലെ ഈ ഒരു വർഷം കൂടെ ആഘോഷ പരിപാടികൾ ക്രമപ്പെടുത്തി കരോൾ ശുശ്രൂഷയെല്ലാം 2 ടീമായി ചിട്ടയായി നടത്തുവാനാണ് ഈ വർഷം കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, 1.5 ലക്ഷവും 1.25 ലക്ഷവും ഒക്കെ രോഗികളെ പരിശോധിക്കുമ്പോഴാണ് മുമ്പ് 15,000-ഉം 20,000-ഉം ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 60,000-ഉം 65,000-ഉം രോഗികളെ പരിശോധിക്കുമ്പോഴും 7,000, 8,000 വരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ പഴയതിനേക്കാളും കൂടുതലായിട്ട് വരും. അപ്പോൾ രോഗികളുടെ എണ്ണത്തിനൊന്നും ഇപ്പോഴും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പക്ഷേ പരിമിതികളെല്ലാം ഗവൺമെൻറ് എടുത്തു കളഞ്ഞതുകൊണ്ട് നമ്മളും അതിൻ്റെ ഭാഗവാക്കാകുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ആഘോഷ പരിപാടികൾ ഒരു വർഷം കൂടെ പരിമിതപ്പെടുത്തി ഈ വർഷം കൂടെ മുൻ വർഷത്തെ പോലെ നടത്തുവാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത്. മറ്റ് വിശദ വിവരങ്ങൾ അടുത്തയാഴ്ച നിങ്ങളെ അറിയിക്കും. ദയവായി എല്ലാവരും ഇതിൽ ഭാഗവാക്കാകാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ഞായറാഴ്ച 5 മണിക്ക് ഒരു കരോൾ പ്രാക്ടീസ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് കരോളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അടുത്തയാഴ്ച 5 മണിക്കുള്ള പ്രാക്ടീസിൽ വന്നു ചേരുവാനും നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്പോൾ ബർത്ത്ഡേ ലിസ്റ്റും അതുപോലെ യുവജനവാരവുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകളും പ്രിയപ്പെട്ട അച്ഛൻ നൽകും. അച്ഛനെ ക്ഷണിക്കുന്നു. ബഹുമാനിതരായ പുരോഹിതർ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഭയെ എല്ലാവർക്കും രക്ഷകനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും സന്തോഷകരമായ ഒരാഴ്ചക്കാലവും ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഈ ആഴ്ച നാം അറിയുന്നിടത്തോളം പിറന്നാൾ ആഘോഷിക്കുന്നവർ രജനി പ്രിയാഭവൻ, ലിയ അശോക് ആറ്റുവിളാകത്ത് വീട്, ജെ ലീജ സ്പ്രിംഗ്ഡെയിൽ, ദിവ്യ ജോസ് പ്ലാവില, എൻ ലീല ജോണി തേജസ്, നിഷ സാജു ഓർക്കിഡ്, റവറൻ റൂഫസ് ഐസയ മിഷൻ ഹൗസ്, എ അജിനു അജിനം, വൈ അസറയ പണ്ടാരവിള, എ രജിത സുമാ നിവാസ്, സ്മിത പ്രസാദ് അരോമ, മിലൻ ഷിബു നിവാസ്, പുഷ്പകുമാരി പുഷ്പരാഗം, ഡി ബാബുരാജ് വാണിയങ്കോട്ടുവിള, ദേവദാസി മലയങ്കീഴ്, പരിമളകുമാരി മെസയാ സദൻ, ലൈല വിജയൻ ചെനവിള, സുന്ദരൻ വൈ സരോജ് വില്ല. നിങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും നൽകി ദൈവം വഴി നടത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച വിവാഹ വാർഷികം ഓർമ്മിക്കുന്നവർ ജി ഹർബർട്ട് ആൻഡ് നീല സജീല നെസ്റ്റ്, അനീഷ് ടി വില്യം ആൻഡ് ചിഞ്ചു. ദാമ്പത്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും തുടർന്നും അനുഭവിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് അനുവാദം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ വർഷത്തെ യുവജന സംഘടനയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഒരു പാൻഡമിക് കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രയോജനകരമായി ഈ വർഷം യുവജന സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വരുന്ന ഞായറാഴ്ച ആരാധനയെ തുടർന്ന് യുവജന സംഘടനയായി ക്രമീകരിക്കുന്ന ഒരു സെമിനാർ ഉണ്ടായിരിക്കുന്നതാണ്. ആരാധനയെ തുടർന്ന് 10 മണി മുതൽ 1 മണി വരെ ആയിരിക്കും ഈ ഒരു പ്രത്യേക സെമിനാർ ക്രമീകരിച്ചിരിക്കുന്നത്. 2 സെഷൻസായിട്ടാണ് ഈ സെമിനാർ നടത്തുന്നതിന് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ സെഷൻ സംഗീതത്തിന്, പാട്ടുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു സെഷനാണ്. പാപ്പനംകോട് എസ്റ്റേറ്റ് CSI സഭയിലെ ഇടവക വികാരിയായിരിക്കുന്ന റവറൻ ഡോക്ടർ എബനേസർ ഷൈൻകുമാർ അച്ഛനായിരിക്കും ആദ്യത്തെ സെഷന് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം പ്രശസ്ത സൈക്കോളജിസ്റ്റായ നിതിൻ FS നമുക്ക് ആവശ്യമായ ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. നിതിൻ
ജനറൽ ഹോസ്പിറ്റലിൽ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് 450 ദിവസം തുടർച്ചയായി കോവിഡ് ഡ്യൂട്ടി ചെയ്യുകയും മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും നമ്മുടെയൊക്കെ ഓർമ്മയിൽ വരികയും ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത, അദ്ദേഹം യാതൊരുവിധമായ റെമ്യൂണറേഷനും സ്വീകരിക്കാതെയാണ്, പ്രതിഫലമില്ലാതെയാണ് ഈ 450 ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നമുക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എല്ലാ യുവജന സംഘടനാ അംഗങ്ങളും, സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനികളും അധ്യാപകരും താല്പര്യമുള്ള സഭാജനങ്ങളും വരുന്ന ഞായറാഴ്ച 10 മണി മുതൽ നടക്കുന്ന ഈ പ്രത്യേക സെമിനാറിൽ പങ്കെടുക്കാൻ ഞാൻ ആലോചന പറഞ്ഞുകൊള്ളട്ടെ. എല്ലാവരെയും ദൈവനാമത്തിൽ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവചന ധ്യാനത്തിനായി നമുക്കെല്ലാവർക്കും വിനയപ്പെടാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ 65-ാമത്തെ ഗീതം ചേർന്നു പാടി വചന കേൾവിക്കായി നമുക്കൊരുങ്ങാം. അതിനെ തുടർന്ന് ബഹുമാനമുള്ള രാജൻ മോസസ് അച്ഛൻ നമുക്കാവശ്യമായ തിരുവചന ദൂത് നൽകുന്നതാണ്.
പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും മാനവ സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പുകാരനും പ്രത്യാശയുടെ ഉറവയുമായ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ സ്വന്തം ഛായയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അന്യപ്പെട്ടു പോയ മാനവ സമൂഹത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്യുകയും അവിടുത്തെ ക്രൂശീകരണത്തിൽ കൂടി മാനവ സമൂഹമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത പുത്രനാം ക്രിസ്തുവേ, അങ്ങ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവല്ലോ. ആ ദിവ്യപ്രകാശത്തിൽ സഞ്ചരിക്കുവാൻ അന്ധതയിൽ പാർക്കുന്ന അടിയങ്ങളെ തിരുവചനം എന്ന സത്യവെളിച്ചത്തിലേക്ക് നയിക്കണമേ. പ്രപഞ്ച സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മലിനീകരിക്കപ്പെട്ട ഈ ലോകത്തെ നന്മയിലേക്കും സത്യവെളിച്ചത്തിലേക്ക് നയിക്കുന്ന ചാലകങ്ങളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. തമ്പുരാനെ, അടിയങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾ കേൾക്കട്ടെ. പുത്രനാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സഭയ്ക്കിരിക്കാം. ഏറ്റവും ബഹുമാനമുള്ള ഈ ഇടവകയുടെ വികാരിയച്ഛൻ, അൾത്താരയിലായിരിക്കുന്ന ദൈവിക ശുശ്രൂഷകരെ, മനോഹരമായി ദേവാലയത്തിലെ ആരാധനയിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വളരെ മനോഹരമായ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും അനന്തസത്യമായ ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നെ സ്വാഗതം ചെയ്ത അച്ഛനോടും സഭയിലെ ഭാരവാഹികളോടും വിശ്വാസ സമൂഹത്തോടുള്ള ആഴമേറിയ നന്ദിയും കടപ്പാടും ഞാൻ ഈ സമയം അറിയിക്കുന്നു. 1943 കേരള ഐക്യ വൈദിക സെമിനാരി രൂപപ്പെട്ടത്. പാശ്ചാത്യ മിഷണറിമാരായ ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചേർച്ച് മിഷൻ സൊസൈറ്റി, ബാഷൽ മിഷൻ എന്നുള്ള 3 സംഘടനകൾ ഒരുമിച്ച് കൂടി വരികയും തെക്കൻ തിരുവിതാംകൂറിൽ വൈദിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു വൈദിക കലാലയം ഉണ്ടാകണമെന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് രൂപം കൊടുത്തു. ദൈവം അനുവദിച്ചാൽ 2023 ആകുമ്പോൾ 80 വയസ്സിലേക്ക് ഈ സെമിനാരി പ്രവേശിക്കുന്നു. ഐക്യസഭ രൂപപ്പെടുന്ന മുമ്പ് തന്നെ ഐക്യ വൈദിക സെമിനാരി യാഥാർത്ഥ്യമായി. കേരളത്തിലെ 6 മഹാ ഇടവകൾ മറ്റു സഭകളുടെ വൈദികരെ ചിട്ടപ്പെടുത്തുന്നതിൽ സെമിനാരിയുടെ പങ്ക് നിസ്തുല്യമാണ്. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്താൽ കഴിഞ്ഞ വർഷം സെമിനാരി ഇംഗ്ലീഷ് മീഡിയം ബാച്ച് കൂടെ യൂണിവേഴ്സിറ്റി അംഗീകരിക്കുകയും സ്റ്റുഡൻസ് നാം സ്വീകരിച്ചു തുടങ്ങി. ഇന്നലെ വന്ന യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ അനുവാദത്തോട് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ പാസ്റ്റൽ കൗൺസിലിംഗ് എന്നുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന പുതിയ ഒരു കോഴ്സിനും കൂടെ അംഗീകാരം ലഭിച്ചു. ഓരോ ദിവസം സെമിനാരി അതിൻ്റെ പുതിയ പാതയിലേക്ക് സഞ്ചരിക്കുന്നു. സെമിനാരിയുടെ പ്രവർത്തനവും വൈദികരെ രൂപപ്പെടുത്തുന്ന വലിയൊരു ദൗത്യം എന്നുള്ളത് 4 മതിൽക്കെട്ടുകളുടെ അകത്ത് ഒതുങ്ങേണ്ട ഒന്നതല്ല, മറിച്ച് വിശ്വാസ സമൂഹത്തിൻ്റെ പങ്കാളിത്തം കൂടെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു സെമിനാരി ഡേയുടെ
ഒരു പ്രത്യേകത. മറ്റൊന്ന്, സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളായി വരുന്ന വ്യക്തികളുടെ സ്കോളർഷിപ്പ് പലപ്പോഴും സഭകളിൽ ലഭിക്കുന്ന ഡോർ കളക്ഷൻ നിന്നാണ് നാം കണ്ടെത്തുക. അതിൻ്റെ മറ്റൊരു മുഖം ഒരു വൈദിക വിദ്യാർത്ഥിയെ രൂപപ്പെടുത്തുന്നതിൽ വിശ്വാസ സമൂഹത്തിൻ്റെ പങ്കും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. നിങ്ങൾ സെമിനാരിയെക്കുറിച്ച് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. മാത്രമല്ല, സെമിനാരിക്ക് നൽകുന്ന ഔദാര്യ ദാനങ്ങൾ വൈദിക സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ എൻ്റെ ഒരു ആത്യന്തികമായ ഒരു കരുതൽ അല്ലെ ഒരു പ്രാർത്ഥനാ വിഷയം, കലാകാലങ്ങളിൽ ദക്ഷിണേന്ത്യ സഭയെ നയിക്കുവാൻ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു തലമുറ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ പ്രവർത്തിപ്പാൻ കോമ്പിറ്റൻ്റ് ആയിരിക്കുന്ന, കാലഘട്ടത്തിനൊത്തവണ്ണം ചിന്തിക്കുന്ന, കാലത്തിന് മുമ്പിൽ സഞ്ചരിക്കുന്ന ഒരു യുവതലമുറ നാം രൂപപ്പെടുത്തുവാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് മക്കളെ തരുമ്പോൾ അവരെ ദൈവവിളിയുള്ളവരായി വളർത്തുകയും അവർ താല്പര്യപ്പെടുന്നുവെങ്കിൽ വൈദിക വൃത്തിക്ക് വേണ്ടി അവരെ സമർപ്പിക്കേണ്ട വലിയൊരു ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. ഒരു മോശയെ രൂപപ്പെടുത്തുന്നതിൽ സമൂഹത്തിൽ അറിയപ്പെടാതെ ആ പങ്ക് വഹിച്ച അമ്മയുടെ പങ്കാളിത്തം എന്നും ചരിത്രം ഓർക്കുന്ന നഗ്നസത്യമാണ്. ഒരു പോസിറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ കാണുകയും പലപ്പോഴും മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ ഒരു പങ്ക് വിലപ്പെട്ടത് എന്ന് ഞാൻ ഈ സമയം സൂചിപ്പിക്കട്ടെ. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തിക്കുന്ന ചിന്താവിഷയം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പർവ്വത പ്രസംഗത്തിൻ്റെ ഒരു തുടർച്ചയാണല്ലോ. ഈ പർവ്വത പ്രസംഗത്തിന് തുടർച്ചയായിട്ട് ക്രിസ്തു തൻ്റെ വിളി സ്വീകരിച്ച് അനുഗമിച്ച ശിഷ്യഗണങ്ങളോടും താൻ വിളിക്കാതെ സ്വയം ക്രിസ്തുവിൻ്റെ തൃപ്പാദം അനുഗമിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട പുരുഷാരത്തോടും പറയുന്ന ഒരു സദ്വാർത്തയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചം എന്നുള്ള ഒരു മെറ്റഫോറാണ് ക്രിസ്തു ഇവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചം ജീവൻ്റെ സ്രോതസ്സാണ്, നവീകരണത്തിൻ്റെ തീനാളമാണ്, പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമാണ്. അന്ധതയിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുന്ന പ്രതീക്ഷകളുടെ കിരണമാണ് വെളിച്ചം. അതുകൊണ്ടാണ് ഗുരു വളരെ ബോധപൂർവം ശിഷ്യഗണങ്ങളോട് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. വെളിച്ചം ജീവൻ്റെ ഉറവയാണ്. അതാണ് ഒന്നാമത്തെ ചിന്ത. കാരണം അന്ധതയിലായിരിക്കുന്ന വലിയൊരു ജനസമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ ദൈവത്താൽ വിളിച്ച് നിയോഗിക്കപ്പെട്ടവരാണ് ശിഷ്യഗണങ്ങൾ എന്നുള്ള ബോധം വരുത്തി തീർക്കുവാൻ ഒരു ബോധപൂർവമായ ശ്രമമാണ് ക്രിസ്തു അവിടെ നടത്തുക. മാനവ സമൂഹം പലപ്പോഴും ദിശാബോധം നഷ്ടപ്പെട്ടവരാണ്. വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുവാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യൻ തൻ്റെ തെറ്റായ കാഴ്ചപ്പാടിൽ നിന്ന് തനിക്ക് ലഭിച്ച അല്ലെങ്കിൽ വെളിച്ചത്തെ നഷ്ടപ്പെടുത്തുകയും അവൻ അന്ധകാരത്തിലേക്ക് യാത്ര ചെയ്യുവാൻ തുടങ്ങി. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുമായിട്ടും മനുഷ്യൻ്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുന്നത്. അത്രത്തുള്ള മാനവ സമൂഹത്തെ യഥാസ്ഥാനപ്പെടുത്തുവാനും യഥാർത്ഥ ദിശാബോധമുള്ളവനായി അവനെ നയിക്കുവാൻ വേണ്ടി ദൈവം തന്നെ ജഡാവതാരം ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ ദൈവിക ശുശ്രൂഷയായി നാം മനസ്സിലാക്കേണ്ടത്.
ഒരുപക്ഷെ 150 160 വർഷം പിന്നിടുമ്പോൾ, അല്ലെങ്കിൽ 200 വർഷം പിന്നിടുമ്പോൾ ദക്ഷിണേന്ത്യാ സഭയിലെ സന്താനങ്ങളായ ഇവിടെ ഇരിക്കുന്ന പലർക്കും നമ്മുടെ പിതാക്കന്മാരെ നേരിട്ട പ്രതിസന്ധികളെയും അവരനുഭവിച്ച തിക്തമായ ജീവിത അനുഭവങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ ചരിത്രം ഓർക്കണം എന്നില്ല. 1806 മഹാരാജൻ വേദമാണിക്യം തുടങ്ങിയ വലിയൊരു തീർത്ഥാടനം, പിന്നീട് ടിങ്കിൾ ബോയും ചർച്ച് മിഷൻ സൊസൈറ്റി നടത്തിയ വലിയ ഒരു അനന്തമായ മിഷണറി തീർത്ഥാടനത്തിൻ്റെ ഫലമാണ് നാം അനുഭവിക്കുന്ന ഇന്നത്തെ സ്വാതന്ത്ര്യം, നാം അനുഭവിക്കുന്ന ഇന്നത്തെ സൗഭാഗ്യം, നാം കൂടി വരുന്ന ഈ ഒരു കൂടിവരവ്. പിതാക്കന്മാർ ഈ സത്യവെളിച്ചത്തെ നിബന്ധനകളില്ലാതെ ഹൃദയത്തിൽ അവരതിനെ ചേർത്ത് പിടിച്ചു. വളരെ പ്രത്യാശയോടും പ്രാർത്ഥനയോടുകൂടി അവർ ജീവിക്കുകയും തലമുറകളെ മൂല്യബോധമുള്ളവരായി വളർത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 200 വർഷം പിന്നിടുമ്പോൾ നാമും നമ്മുടെ തലമുറയും ഈ ഒരു തലത്തിലേക്ക് വളരുവാൻ സാധിച്ചു. ഇതാണ് ഈ സത്യവെളിച്ചത്തിൻ്റെയും ദൈവിക ശുശ്രൂഷയുടെയും വലിയൊരു മഹത്വം എന്ന് നാം മനസ്സിലാക്കണം. വളരെ പ്രസക്തനായ C.V. രാമൻ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, അഹിംസ എന്നുള്ള ബുദ്ധൻ്റെ ചിന്താഗതിയും കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വ്യാഖ്യാനവും ജീവിതം സ്വന്തം ബലിയർപ്പണത്തിൽ കൂടി മഹാത്യാഗിയായി മാറിയ യേശുദേവനെയും എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ ഈ 3 വ്യക്തികളിൽ അങ്ങക്ക് ആരാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നിച്ചാൽ ഞാൻ പറയും അത് സാക്ഷാൽ യേശുദേവൻ എന്ന് ഞാൻ പറയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുയായികളായ ക്രിസ്തു മതത്തിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. കാരണം യേശുദേവൻ്റെ സദ്വാർത്തകൾ അതേപടി ജീവിതത്തിൽ പാലിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു പ്രത്യേകത, ഈ വെളിച്ചം നാം സ്വീകരിക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ ദിവ്യപാതയിൽ കൂടി നാം സഞ്ചരിക്കുകയും യഥാർത്ഥ ക്രിസ്തുവിനെ സമൂഹത്തിലേക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഐക്യ ഞായറാഴ്ചയുടെ ഒരു പ്രസക്തമായ ചോദ്യം എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. രണ്ടാമത്, ദ ലൈറ്റ് ഈസ് എ സോഴ്സ് ഓഫ് പോസിറ്റിവിസം. വളരെ ക്രിയാത്മകമായ ചിന്തകളുടെ ഒരു ഉറവിടമാണ് ഈ ദിവ്യ വെളിച്ചം എന്ന് നാം മനസ്സിലാക്കുക. ക്രിസ്തു പറയുകയാണ്, ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ ക്രിസ്തു മാനവ സമൂഹത്തോട് പറയുക, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. നമുക്ക് ഉപനിഷത്ത് നാം വായിക്കുന്ന സമയത്ത് പഴയകാലത്ത് ഋഷിമാർ പ്രാർത്ഥിച്ചിരുന്നു, അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. അസത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ. ഈ ഒരു പ്രാർത്ഥന ക്രിസ്തുമായിട്ട് നാം ഒന്ന് താരതമ്യ പഠനത്തിന് വിധേയപ്പെടുത്തിയാൽ ക്രിസ്തു മാനവ സമൂഹത്തിലേക്ക് പറയുന്ന ഒരു സദ്വാർത്ത ഇതാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതിൻ്റെ അർത്ഥം അന്ധതയിലായിരിക്കുന്ന മഹാസമൂഹത്തെ ക്രിസ്തു എന്നുള്ള ദൈവിക വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടുവാൻ നിയോഗിച്ചവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ കിങ് റെഫർമേഷൻ്റെ കാലഘട്ടത്തിൽ സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വ്യാഖ്യാനിച്ചത്, വി ആർ പാർട്ട് ഓഫ് റോയൽ പ്രീസ്റ്റ്ഹുഡ്. മഹാപുരോഹിത സമൂഹത്തിൻ്റെ സമസ്തമായ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് വിശ്വാസ സമൂഹം. പൗരോഹിത്യത്തിന് വേണ്ടി ഞങ്ങളെ വിളിക്കുന്നു എങ്കിലും ശുശ്രൂഷ എന്നുള്ളത് ദൈവജനത്തിൻ്റെയും പങ്കാളിത്തത്തോടുകൂടി നിർവഹിക്കേണ്ട ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഭയ്ക്കൊരു ദൗത്യമുണ്ട്, സഭയ്ക്കൊരു ശുശ്രൂഷയുണ്ട്. ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി വേണം നാം ഭൂമിയിൽ ജീവിക്കേണ്ടത്. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്,
സഭകൾക്ക് വേണ്ടത് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന മതിൽക്കെട്ടുകളല്ല, മറിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചക്രങ്ങളാണ്, വീലുകളാണ് സഭയ്ക്ക് വേണ്ടത്. ക്രിസ്തു ജീവിച്ചത് മുക്കുവന്മാരുടെ ഇടയിൽ, ക്രിസ്തു ജീവിച്ചത് പാപികളുടെ ഇടയിൽ, ക്രിസ്തു ജീവിച്ചത് പ്രതീക്ഷ നഷ്ടപ്പെട്ട സമൂഹത്തിൻ്റെ ഇടയിൽ, ക്രിസ്തു ജീവിച്ചത് തകർന്ന് തരിപ്പണമായ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ജീവിതത്തിൽ, ക്രിസ്തു ജീവിച്ചത് അപരനൻ്റെ കണ്ണുനീർ ഒപ്പിയെടുക്കാൻ വേണ്ടിയാണ് അവൻ ജനസമൂഹത്തിനിടയിൽ ജീവിച്ചത്. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, ഇന്ന് നമ്മളെക്കാട്ടിലും നാം പടുത്തുയർത്തുന്ന സ്വാർത്ഥതയുടെയും സെൽഫിയുടെയും വലിയൊരു ഭീമൻ മതിൽക്കെട്ടുകളകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന വ്യക്തികളെ നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അച്ഛാ, എൻ്റെ ഒരു വീട്ടിനകത്ത് ഒരുമിച്ച് പാർക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ, എൻ്റെ ഏകാന്തതയെ, എൻ്റെ വേദനയെ, എൻ്റെ പരാതികളെ എൻ്റെ സ്വന്തം ജീവിത പങ്കാളി തിരിച്ചറിയുന്നില്ലയോ? പിന്നെയാണോ മതിൽക്കെട്ടുകളുടെ അപ്പുറത്ത് പാർക്കുന്ന സമൂഹത്തെ എനിക്ക് തിരിച്ചറിയുവാൻ സാധ്യമാകുക? ഇതൊരു നഗ്ന യാഥാർത്ഥ്യമല്ലേ? കുടുംബജീവിതങ്ങളിൻ്റെ ആഴങ്ങളൊക്കെ നാം പ്രവേശിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യൻ നിർമ്മിക്കുന്ന സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും ഈഗോയുടെയും മതിൽക്കെട്ടുകളകത്ത് വിമ്മിഷ്ടം കൊണ്ട് ജീവിക്കുന്ന അനേക ജീവിതങ്ങളെ നമുക്ക് സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. ചിരിക്കുവാൻ മറന്നുപോയ ജീവികളായിട്ടല്ലേ നാം ഇന്ന് ജീവിക്കുന്നത്? ഒരുപക്ഷെ നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, ആഡംബരമായ വീടുകളും മതിൽക്കെട്ടുകളുമുണ്ട്, വാഹനങ്ങളുണ്ട്, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ നമുക്കുണ്ട്. ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം, ഭാര്യ ഭർത്താവിനുള്ള ജീവിതത്തിൻ്റെ ആ ഫാബ്രിക്, ആ ഒരു ഓജസ്, ആ ഒരു സെലിബ്രേഷൻ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയില്ലേ? എവിടെയാണ് ജീവിതത്തിൻ്റെ കറുത്ത പുള്ളികൾ? എവിടെയാണ് ജീവിതത്തിൻ്റെ പരാജയങ്ങൾ? എവിടെയാണ് നാം പടുത്തുയർത്തുന്ന നമ്മുടെ മതിൽക്കെട്ടുകൾ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള മതിൽക്കെട്ടുകളെ തച്ചടച്ചുകൊണ്ട് പരസ്പര ധാരണയോടും കരുതലോടും പരസ്പരം വെളിച്ചമായി മാറുന്ന, ജീവന്റെ സ്രോതസ്സായി മാറുന്ന, പ്രതീക്ഷയുടെ പ്രതീകങ്ങളായി മാറുന്ന ഒരു നവമാനവ സമൂഹവും ഒരു കുടുംബജീവിതവും ചിട്ടപ്പെടുത്തുവാൻ ക്രൈസ്തവ സഭയ്ക്കും സമൂഹത്തിനും സാധിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ തുടങ്ങേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അകമിൽ നിന്നായിരിക്കണം നാം ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തേണ്ടത്. ദൈവമേ, അസത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും ക്രിസ്തുവിൻ്റെ ഹൃദയം സ്വീകരിച്ച സത്യവെളിച്ചമായി ഭൂമിയിൽ പ്രകാശിക്കും. മൂന്നാമത്തെ ചിന്ത ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ലൈറ്റ് ഇസ് എ സോഴ്സ് ഓഫ് സ്റ്റെബിലിറ്റി. ഇന്ന് സമൂഹത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ എവിടെയോ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നാം അറിയാതെ നമ്മുടെ ജീവിതം സ്വകാര്യതയിൽ അതിക്രമിച്ചു കയറുന്ന ആഗോളവൽക്കരണത്തിൻ്റെ വലിയൊരു ലോകം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇന്ന് നാം ഒരു ക്യാപിറ്റലിസത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരുത്തിൻ്റെ സ്റ്റാറ്റസ് നിശ്ചയിക്കുന്നത് അവൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റിയാണ്. ഇവിടെ കാറൽ മാർക്സും ഏഞ്ചൽസും പഠിപ്പിച്ച ഉള്ളവനും ഇല്ലാതെ നിന്നുള്ള അകലിച്ച ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. എന്തിന്? കുടുംബങ്ങളിലെ സ്വന്തം സഹോദരന്മാരുടെ ഇടയിലുള്ള ദൂരം പോലും അതിക്രമിച്ചു വരുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ദേശത്ത് ആംഗ്ലിക്കൻ പാരമ്പര്യത്തിനകത്ത് അച്ഛന്മാരെ മറ്റൊരു പള്ളിയിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു വാചകം കൂട്ടിച്ചേർക്കുമായിരുന്നു: താങ്കളെ ദേശത്ത് പട്ടക്കാരനായി നിയോഗിച്ചിരിക്കുന്നു. സഭയിലെ പട്ടക്കാരനല്ല, ഒരു ദേശത്തിൻ്റെ ഒരു പട്ടക്കാരനായിട്ടാണ് നിയോഗിക്കുക. ഓർഡിനേഷൻ അങ്ങനെയാണ് തരിക. അന്ന് വൈദികർക്കും ജനങ്ങൾക്കും തമ്മിലൊരു ആഴമേറിയ സൗഹൃദവും ബന്ധവും ഉണ്ടായിരുന്നു. ഇന്ന് വാഹനങ്ങളായി നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്
ചീരുന്നു, തൊട്ട് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ചില ധാർമ്മിക ചിന്തകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നാം അറിയാതെ ഒരു അന്ധതയുടെ ഇരുൾ നമ്മുടെ സമൂഹത്തെയും സഭയെയും കുടുംബങ്ങളെയും വ്യക്തികളെയും സ്വാധീനിക്കുകയും അത് നമ്മളെ ബന്ധനത്തിലേക്ക് ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വെളിച്ചമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വളരെ സൂക്ഷ്മത്തോടുകൂടി സ്വയത്തെക്കുറിച്ചും താനായിരിക്കുന്ന സമൂഹത്തെക്കുറിച്ചും സ്വന്തം കുടുംബത്തിൻ്റെ ഘടനകളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുക. ഈ അടുത്ത കാലത്ത് ഒരു കുടുംബ പ്രശ്നം വന്ന ഒരു യങ് കപ്പിൾസ്, ഒരുപാട് സമയം ഞാൻ അവരോട് ചെലവിട്ടു. അവസാനം ഞാൻ മനസ്സിലാക്കിയത് അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ മൂല്യത്തിൽ വന്ന ചില മാറ്റങ്ങളാണ്. വിശ്വാസം എന്നുള്ള മൂല്യത്തിൽ, കുടുംബജീവിതം എന്നുള്ള മൂല്യത്തിൽ, ഭാര്യ ഭർത്താവിനുള്ള ബന്ധത്തിലുള്ള മൂല്യങ്ങൾ വന്നുപോയ ചില മാറ്റങ്ങളാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുക. അതുകൊണ്ട് നാം എപ്പോഴും ഒരു ക്രിസ്തുവിൻ്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ക്രൂസിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട്, കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പൈതൃകം നഷ്ടപ്പെടാതെ വിശുദ്ധിയോടും വ്യക്തതയോടുമുള്ള ഒരു കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും നയിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രം ജീവിതത്തിൽ ഒരു സ്ഥിരത, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. ഒരു അനുഭവം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഒരിക്കൽ ഞാൻ ചെന്നൈ പട്ടണത്തിൽ കൂടി ഇങ്ങനെ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുക. അന്ന് ബിഷപ്പ് തിരുമേനി ഒന്ന് കാണണം. അപ്പം ഉടുപ്പില്ലാതെ യാത്ര ചെയ്യുന്ന ശീലം പൊതുവേ ഞങ്ങൾക്കില്ല. കുപ്പായം വേണമെന്നുള്ള നിർബന്ധം ചില ഡയസിസിലെ പാരമ്പര്യത്തിൽ ഉള്ളതുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഡ്രൈവ് ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് മഫ്റ്റിയിലാണ്, ചെന്നൈയിൽ അച്ഛനാണ്, ഞാൻ ഉടുപ്പിട്ടിരിക്കുക. ട്രാഫിക് വന്ന സമയത്ത് സീബ്ര ലൈൻ അറിയാതെ ഈ വണ്ടി ഒന്ന് ക്രോസ് ചെയ്ത് ചവിട്ടിയിട്ട് കിട്ടിയില്ല. തൊട്ട് മുമ്പിൽ നിന്ന ട്രാഫിക് ഉദ്യോഗസ്ഥൻ വളരെ ദേഷ്യത്തോടുകൂടി ഓടി അടുത്ത് വന്നപ്പോൾ ഞാൻ തിരുവസ്ത്രം ധരിച്ച് അവിടെ ഇരിക്കുക. ഗ്ലാസ് താത്ത എന്നോട് ആ മനുഷ്യൻ പെട്ടെന്ന് ചോദിച്ചു, സ്വാമി നീങ്ക ഇത് ചെയ്യലാമാ? സ്വാമിജി നിങ്ങൾക്കിത് ചെയ്യാമോ? സത്യത്തിൽ വണ്ടിയുടെ AC-ക്കകത്തിരുന്ന് ഞാനൊന്ന് വേർക്കാൻ തുടങ്ങി. കാരണം സമൂഹം നമ്മിൽ നിന്ന് എന്തൊക്കെയാണോ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നാം ആരെന്നുള്ള ബോധം നഷ്ടപ്പെട്ടവരായിട്ടാണ് നാം ജീവിക്കുന്നത്. സമൂഹത്തിന് പ്രതീക്ഷകൾക്ക് ഒത്തവണ്ണം, കാഴ്ചപ്പാടുകൾക്ക് ഒത്തവണ്ണം നമുക്ക് ഉയരുവാൻ സാധിക്കുന്നില്ല. ഞാൻ എന്താണോ എന്തൊക്കെയോ ആയി എന്ന് ഞാൻ സ്വയം ഭവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പൊള്ളയായ യാഥാർത്ഥ്യങ്ങളെ പലപ്പോഴും തിരിച്ചറിയുവാൻ ഞാൻ പരിമിതപ്പെടുന്നു, പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ആ ഒറ്റ വാക്കിൻ്റെ ആ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇത്രത്തോളം ജീവിത അനുഭവത്തോട് പോകുന്ന മാനവ സമൂഹത്തോട് ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇറ്റ് ഈസ് എ പ്രിവിലേജ്, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. വളരെ മഹത്തായ ഒരു പദവിയാണ് ലൈറ്റ് എന്നുള്ളത്. അതോടൊപ്പം വളരെ ക്രിയാത്മകമായ ഉത്തരവാദിത്വം കൂടിയാണ് അത്. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ ഈ പ്രാർത്ഥനയോടും ആരാധനയോടും മുമ്പോട്ട് പോകുമ്പോൾ കണ്ണമൂല ഐക്യ വൈദിക സെമിനാരി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. കോരിരുളിൽ എൻ സ്നേഹദീപമേ നടത്തുക. 255 പാട്ടുപാടി ശുശ്രൂഷയുടെ ആദ്യ ഭാഗം അവസാനിപ്പിച്ച് തിരുമേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
പ്രാർത്ഥിക്കാം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആയിരിക്കുന്നത് പോലെ നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമായിരിപ്പിൻ എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും അതിൻ്റെ അനിവാര്യത കാലാകാലങ്ങളിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന വചനമായ ദൈവമേ, ഇന്നും ഞങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും പഠിക്കുവാനും പ്രിയാചനിലൂടെ അവിടുന്ന് കൃപ ചെയ്തതുകൊണ്ട് സ്തോത്രം. വചനം സംസാരിപ്പാൻ വ്യാഖ്യാനിപ്പാൻ അവിടുന്ന് കൃപ നൽകിയതുകൊണ്ട് നന്ദി. തൻ്റെ ശുശ്രൂഷകളെയും താൻ പ്രതിദാനം ചെയ്യുന്ന സെമിനാരിയെയും സമ്പൂർണ്ണമായി അവിടുത്തെ കൃപയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ആരാധനയ്ക്കായി വന്നു ചേർന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേകം ആളുകൾ ബലഹീനതയിലും രോഗാവസ്ഥയിലുമായിരിക്കുന്നു. നാഥ, കഴിഞ്ഞ നാളുകളിൽ രോഗബാധിതരായി ദൈവം നൽകിയ സൗഖ്യം ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടെ തിരുമുൽക്കാഴ്ചയുമായി തിരുവാലയത്തിലേക്ക് പ്രവേശിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ദീർഘനാളുകളായി ബലഹീനാവസ്ഥയിലായിരുന്ന മേഴ്സി ടീച്ചറിനായി തൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ശിഷ്ടായുസ് അവിടുത്തെ കൃപയുടെ വല്ലഭത്വം അനുഭവിപ്പാൻ സഹായിക്കണമേ. നാഥ, ഞങ്ങളുടെ സഭയിൽ പല കുടുംബങ്ങളിലും ഇപ്പോഴും രോഗബാധകളുണ്ട്. ബലഹീനാവസ്ഥകളിലായിരിക്കുന്ന പ്രിയമുള്ളവരുണ്ട്. വാർദ്ധക്യത്തിൻ്റെ നൊമ്പരങ്ങളിലായിരിക്കുന്നവരുണ്ട്. ഒരു അഡ്മിഷനായി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവരുടെ മേലും അവിടുത്തെ കരുണയും കൃപയും പകരണമേ. സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയ ആഴ്ച ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ ശരീരങ്ങളെ പങ്കിട്ട് ജീവൻ പ്രാപിപ്പാനും ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കാനും ഞങ്ങളുടെ മേലും അവിടുന്ന് കൃപ ചൊരിയണമേ. ശുശ്രൂഷയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ കൂടിയിരിക്കുകയും ഭവനങ്ങളിലേക്ക് പോകുന്നവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്യണം. യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് കൈക്കൊള്ളാം. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ള യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സൗഖ്യവും നമ്മോടും തിരുസഭയോടും നിത്യതയോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. തിരുമേശയോട് നമ്മെ അടുക്കുവാൻ